നമ്മുടെ വണ്ടാനത്തിനടുത്ത് കാക്കാഴം സ്കൂളിൻ്റെ മുൻപിലാണ്. ആ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ട ടീച്ചേഴ്സ്, PTA പ്രസിഡൻ്റായിരിക്കുന്ന ഷിബു സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരാഴ്ചയോളമായി നമ്മൾക്ക് ഈ പരുന്നിൻ്റെ ഒരു കാര്യം ഇങ്ങനെ കേൾക്കുവാനിടയായി. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത് ഷെഡ്യൂൾ 1-ൽപ്പെട്ട വളർത്തുവാൻ യാതൊരുവിധമായ നിയമവും അനുവദിക്കുന്നില്ല. ഇതിൻ്റെ നിയമവ്യവസ്ഥിതി എന്ന് പറയുന്നത് ലൈസൻസ് ഇല്ലാത്ത ഒരാൾ പിടിക്കുക, ഇതിനെ വളർത്തുക, ഇതിനെ ഉപദ്രവിക്കുക, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും 4 വർഷം മുതൽ 7 വർഷം വരെ തടവ് കിട്ടുന്നതായ, അപ്പോൾ തന്നെ പിഴയടയ്ക്കപ്പെടേണ്ടതായ സാധ്യതകളാണ്. ഇത് ഇങ്ങനെ നിങ്ങൾ ആരും വളർത്തുവാൻ ശ്രമിക്കരുത്. ഇതിനകത്ത് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ വളർത്തുന്ന മനുഷ്യനുമായിട്ടുള്ള ഭയം മാറുകയും അപ്പോൾ തന്നെ അവർക്ക് വീട്ടുകാർക്ക് പ്രശ്നമായിട്ട് വരുന്നത് ഇതിനെ കൊണ്ടുവന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്യുന്നുള്ള സംഭവിക്കുന്ന കാര്യം കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ അവിടെ വീട്ടിൽ കിട്ടിയ കെയറൊന്നും അവിടെ കിട്ടാതെ വരികയും സമയത്തിന് ഭക്ഷണം കിട്ടാതെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. വയലൻ്റായിട്ട് ആളുകളെ മുഴുവൻ പേരെ ഉപദ്രവിക്കുന്ന, നാട്ടുകാർക്കാർക്കും പുറത്തിറങ്ങാൻ കഴിയാത്തതായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ ആലപ്പുഴയിലെ സ്നേക്ക് റെസ്ക്യൂ ചെയ്യുന്ന ചാർലി എന്ന് പറഞ്ഞ ആളാണ്. ഞങ്ങൾക്ക് സത്യത്തിൽ ലൈസൻസ് തന്നിരിക്കുന്നത് സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ അത്യാവശ്യപ്പെട്ട വൈൽഡ് ആനിമൽസിനെ റെസ്ക്യൂ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ റാന്നി RRT അപ്പോൾ തന്നെ ആലപ്പുഴയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് എന്നോട് ഈ വിവരം അറിയിക്കുകയും ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്ന് എന്തായാലും ഇതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാകേണ്ടി വന്നില്ലെങ്കിലും ചെയ്യുകയാണ്. ആരോഗ്യവാനാണ്, കുഴപ്പമില്ല. ഇനി അനന്തര കാര്യങ്ങളൊക്കെ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട HM ഉൾപ്പെടെയുള്ള. നമസ്കാരം, ഞാൻ കാക്കാഴം ഗവൺമെൻറ് സ്കൂളിലെ HM ആണ്. എൻ്റെ പേര് ലതാ ജോൺ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഇവിടെ നിന്നോ പറന്നു വന്ന ഒരു പരുന്ത് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ നിൽക്കുകയായിരുന്ന ഒരു കുട്ടിയെ പെട്ടെന്ന് ആക്രമിക്കുകയും അവന് പരിക്ക് പറ്റുകയും ചെയ്തു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമ്മൾ ആ കുട്ടിയെ കൊണ്ടുപോയി അവനെ വിദഗ്ധ ചികിത്സയ്ക്കും പ്രതിരോധ ചികിത്സയ്ക്കും ഒക്കെ തുടർ നടപടികളൊക്കെ സ്വീകരിച്ചു. തുടർന്ന് പരുന്ത് ഇങ്ങനെ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ രാവിലെയും ഇടയ്ക്കും വൈകിട്ടും ഒക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നിരന്തരം അനൗൺസ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തു. ഉടൻ തന്നെ വനം വകുപ്പിൽ നമ്മൾ രേഖാമൂലം വിവരം അറിയിച്ചു. വനം വകുപ്പിൽ നിന്നും എനിക്ക് ചാർലി എന്ന ലൈസൻസ്ഡ് ഈഗിൾ റെസ്ക്യൂവറിൻ്റെ നമ്പർ തന്നു. ഞാൻ അന്നു മുതൽ ഞാനും നമ്മുടെ സ്കൂൾ അധികൃതരും PTA മെമ്പർമാരും സജീവമായി ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, നിരന്തരമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും 1-2 ദിവസമൊക്കെ ഈ പരുന്ത് വരികയും 1-2 കുട്ടികളെ കൂടി ചെറിയ രീതിയിൽ ആക്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കുട്ടികൾക്കതൊരു വല്ലാത്ത പാനിക്കായ സിറ്റുവേഷനായിരുന്നു. എപ്പം ഇത് എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല. ഇത് നേരത്തെ ആരോ പരിശീലിപ്പിച്ച മനുഷ്യനെ വലിയ ഭയമില്ലാത്ത പരുന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ കുട്ടികളോടും നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, പരുന്തിനെ പ്രകോപിപ്പിക്കുകയോ കല്ലെടുത്തെറിയുകയോ ഒന്നും ചെയ്യരുതെന്ന്. എന്തുതന്നെയായാലും 2-3 ദിവസമായിട്ട് നിരന്തര നിരീക്ഷണങ്ങളുടെ ഫലമായി സ്കൂളിൽ നിന്നും ഈ പരുന്തിനെ നമുക്ക് ഇദ്ദേഹം വളരെ വിദഗ്ധമായി സുരക്ഷിതമായി പിടികൂടിയിരിക്കുകയാണ്. അങ്ങനെ വലിയ അപകട ഭീഷണിയിൽ നിന്നും സ്കൂളിനെ രക്ഷിക്കാൻ സംയോജിതമായ ഇടപെടൽ മൂലം നടന്നതായിട്ടുണ്ട്. ഞാൻ കാക്കാഴം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. അപ്പോൾ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടെ. ഇത് ടീച്ചർ എന്നെ അറിയിക്കുകയും അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വിവരം അറിയിക്കുകയും റാന്നി സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവർ റെസ്ക്യൂ ചെയ്യുന്ന ചാർലിയുടെ ലൈസൻസുള്ള റെസ്ക്യൂറാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ തരികയും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു. കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു ടെൻഡൻസി അദ്ദേഹം പറഞ്ഞതുപോലെ എവിടെയോ വീടുകളിൽ വളർത്തുകയും മനുഷ്യരോടുള്ള ഭയം മാറുകയും ചെയ്തതുകൊണ്ട് അവർക്ക് ശല്യമായി തീർന്നപ്പോൾ അവർ എവിടെയോ പറത്തിവിടുകയും ചെയ്തതാണ്. അത് ഈ പ്രദേശത്ത് വരികയും കുട്ടികൾക്ക് ഉപദ്രവമാവുകയും തൊട്ടടുത്ത പാരൽ കോളേജിലെ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. നമ്മുടെ സ്കൂളിലെ കുട്ടികളെ തന്നെ അസംബ്ലി കൂടുന്ന സമയത്തും അവർ പുറത്തേക്ക് പോകുന്ന സമയത്തും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്തും ഒക്കെ ഇത് ശല്യമുണ്ടായി. ഇത് ഉടൻ തന്നെ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും ഇദ്ദേഹത്തെ ബന്ധപ്പെടുകയും അദ്ദേഹം അത് 2-3 ദിവസം നിരീക്ഷണത്തിൽ വയ്ക്കുകയും ഇന്ന് അതിനെ റെസ്ക്യൂ ചെയ്യുകയും ചെയ്തു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളതിലൊരു നടപടി, കാരണം ഇത് കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾ ഓരോരുത്തരെ നമ്മളെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. ഒരു പരുന്തിൻ്റെ ശല്യമുണ്ടല്ലോ, നടപടികൾ സ്വീകരിച്ചില്ല. നമ്മൾ രക്ഷകർത്താക്കൾക്ക് മറുപടി കൊടുത്തിരുന്നു. നടപടി ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് റെസ്ക്യൂറായ ചാർലിയെ നമ്മൾ വിവരം അറിയിക്കുകയും അദ്ദേഹം നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും നിരന്തരം ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയും ഇന്ന് ഭാഗ്യം കൊണ്ട് നമുക്ക് കൂടുതൽ പ്രയത്നിക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്. വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം അത്
നിർവഹിച്ചു. വളരെ മിടുക്കോടുകൂടി എത്ര എഫിഷ്യൻസി ഇതിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് ഇമ്മാനുവൽ. വെള്ളം കുടിക്കാൻ പോയപ്പം ലാക്കിന്ന് വന്നതാക്കിയത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല.